പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സാമുവേലിന്റെ 1-ാമത്തെ പുസ്തകം 2-ാമത്തെ അധ്യായം. എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു. പ്രതിവചന സങ്കീർത്തനമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന കാര്യം അതാണ്. എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു. അത് എത്രമാത്രം ആഴമുള്ള ആനന്ദമാണെന്ന് 1-ാമത്തെ വായന നമ്മളോട് കാണിച്ചു തരും. ഇന്നലെയും നമ്മൾ സൂചിപ്പിച്ചു, കുഞ്ഞുങ്ങളില്ലാതെ കരഞ്ഞുകൊണ്ടിരുന്ന ഹന്ന അവസാനം അവളുടെ ഭർത്താവ് ആശ്വസിപ്പിക്കാൻ നോക്കിയിട്ട് പറഞ്ഞല്ലോ, എൽക്കാന അവളെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാളും മേലെയല്ലേ. പക്ഷെ ഒരു മനുഷ്യൻ്റെയും സ്നേഹം നമ്മളെ ആശ്വസിപ്പിക്കാത്ത ചില സമയങ്ങളുണ്ടല്ലോ. അങ്ങനെ ഒരു സമയത്ത് അവള് എൽക്കാനയുടെ കരവലയിൽ നിന്ന് പിന്നെ പോകുന്നത് ആശ്വസിപ്പിക്കാൻ പറ്റുന്ന ഒരേ ഒരാളിലേക്ക്, ദൈവത്തിങ്കിലേക്കാണ് പിന്നെ ചെല്ലണേ. അതിനകത്ത് മറ്റൊരു കാര്യം, എൽക്കാന ദൈവത്തിന് വേണ്ടി അവളെ നേടി എന്നുള്ളതാണ്. ദൈവത്തിലേക്ക് പറഞ്ഞു വിടാനായിട്ട് തൻ്റെ ഇങ്ങനെ സ്നേഹം കൊണ്ട് അയാൾ ഒരു വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെയും ആവാം, മനുഷ്യരെ ഇങ്ങനെ ദൈവത്തിങ്കിലേക്ക് എത്തിക്കാം. ചില സമയത്ത് മനുഷ്യരാരും പോരാ എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് നമ്മൾ ദൈവത്തിലേക്ക് എത്താം. യഥാർത്ഥ തിരിച്ചറിവാണത്. അവിടെ എത്തിക്കഴിയുമ്പോൾ അവൾക്ക് പറഞ്ഞു തീർക്കാനാവാത്ത സങ്കടങ്ങളുണ്ട്. നിങ്ങൾ പറഞ്ഞോ, കരഞ്ഞോ, പള്ളിയിൽ ചെന്ന് നിന്ന് നിലവിളിച്ച് ഇങ്ങനെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ഇറക്കി വെച്ചു. അതിനുള്ള സ്ഥലമാണത്, ഒരു സംശയവും വേണ്ട. നേരത്തെയും സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരു ക്രിസ്ത്യൻ ധ്യാനം നടക്കുമ്പോൾ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ഈ അവിടെയുള്ള മെഴുകുതിരികളുടെ വെട്ടം മാത്രമുള്ള ഒരു ദേവാലയത്തിൽ മറ്റെല്ലാ ലൈറ്റുകളും അണച്ച് കുഞ്ഞുങ്ങളോട് പറയും, മക്കളെ നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടം പറയാനുണ്ടെങ്കിൽ ഈശോനോട് പറഞ്ഞോട്ടോ, ആരും അടുത്തിരിക്കുന്നവരെ ശ്രദ്ധിക്കണ്ട. ഒച്ചയുണ്ടാവും ചിലപ്പോൾ കരച്ചിലിൻ്റെയൊക്കെ, ആരും ശ്രദ്ധിക്കേണ്ട, കളിയാക്കാനും പോകണ്ട. ഒരാളും കളിയാക്കാനൊന്നും പോയില്ല. പക്ഷേ ഒരു 10 മിനിറ്റ് കൊണ്ട് ആ പള്ളി മുഴുവൻ ഇങ്ങനെ നിലവിളി കൊണ്ട് നിറയുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ, ചെറുപ്പം മക്കളുടെ നിലവിളി കൊണ്ട് നിറയുന്നുണ്ട്. അവിടെ കരയാനുള്ള സ്ഥലമാണ്. ഈശോയുടെ മുൻപിൽ നിങ്ങൾക്ക് കരയാം, നിങ്ങളുടെ സങ്കടങ്ങൾ ഇറക്കി വെക്കാം, ഭാരങ്ങൾ ഇങ്ങനെ അൺലോഡ് ചെയ്യാം. എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കാനായിട്ട് നമുക്കായിട്ട് കിട്ടിയിരിക്കുന്ന സ്വർഗത്തിൻ്റെ ആശ്വാസത്തിൻ്റെ ഇടമാണ് ആൾത്താര എന്ന് പറയണേ. ആ പള്ളിയിൽ ചെന്ന് നമുക്ക് എന്ത് ഭാരങ്ങളും ഇറക്കി വെക്കാം. അവിടെ അങ്ങനെ ഇറക്കി വെച്ച് കഴിയുമ്പോൾ ഏലി എന്ന് പറയുന്ന പുരോഹിതൻ്റെ ഒരു ആശീർവാദത്തിൻ്റെ വാക്കുകളുണ്ട്. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. ഇസ്രായേലിൻ്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. അത് അവളിങ്ങനെ ഒരു അനുഗ്രഹമായിട്ട് എടുക്കണേ. എന്നിട്ട് അവൾ പോയി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്. അത്രയും നീളം കരഞ്ഞ് തളർന്ന അവശയായി കിടന്നൊരു സ്ത്രീക്ക് സ്വർഗത്തിൻ്റെ അനുഗ്രഹം ഒരു പുരോഹിതനിലൂടെ ലഭിച്ചു കഴിയുമ്പോൾ, പള്ളിയിൽ ഇങ്ങനെ അഭിഷേകത്തിൻ്റെ നിറവനുഭവിച്ചു കഴിയുമ്പോൾ അവൾ സ്വസ്ഥതയോടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. അവിടെ ചെന്നിട്ട് വചനം പറയുന്നുണ്ട്, മുഖം കഴുകി ഭക്ഷണം കഴിച്ചു, പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിരുന്നിട്ടില്ല. പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിരുന്നിട്ടില്ല. ഇതാണ് പ്രതിവചന സങ്കീർത്തനത്തിൽ നമ്മൾ ധ്യാനിച്ചത്. എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു. പിന്നീട് ഒരിക്കലും മ്ലാനമാകാത്ത വിധത്തിൽ ദൈവത്തിൽ സന്തോഷിക്കാൻ കഴിയുന്ന മനുഷ്യരെ കണക്കാകാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. വേറൊന്നിലും ഒരാളിലും എൻ്റെ സന്തോഷം ഞാൻ കണ്ടെത്തുന്നില്ല, സന്തോഷം വയ്ക്കുന്നില്ല, ഞാൻ റിലേ ചെയ്യുന്നില്ല. എൻ്റെ കർത്താവിൽ മാത്രം എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു. ഇതേ കാര്യമാണ് പരിശുദ്ധ മാതാവ് തൻ്റെ സ്തോത്രഗീതത്തിലൂടെ ഏറ്റുപറയുന്നത്. എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു. ആ കർത്താവിലാണ് ആനന്ദം വച്ചിരിക്കുന്നതെങ്കിൽ, സന്തോഷം കണ്ടെത്തിയിരിക്കുന്നതെങ്കിൽ, ഒരിക്കലും എടുത്തു മാറ്റാൻ പറ്റാത്ത വിധത്തിലുള്ള വലിയ സന്തോഷത്തിൻ്റെ ഉടമകളായിരിക്കും നമ്മൾ. കർത്താവെ, ഞങ്ങളെ അങ്ങനെ ഒരു സന്തോഷത്തിലേക്ക് നയിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവ് പിശാചുക്കളെ പുറത്താക്കുന്നൊരു കാഴ്ച കാണും നമ്മൾ സുവിശേഷത്തിൽ. അവൻ്റെ ഒരു അധികാരത്തോടു കൂടെയുള്ള ഒരു ആജ്ഞയിൽ ഇങ്ങനെ ഇവരെ പുറത്തു പോകുന്നുണ്ട്. പിശാചുക്കൾ പുറത്തു പോകുമ്പോൾ നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറയണത് അവനോടുള്ള ആരാധനയോ അവൻ തങ്ങളെ കണ്ടുമുട്ടിയതിൻ്റെ സന്തോഷമോ ആയിരുന്നില്ല, അവൻ്റെ നിയോഗങ്ങളെ തകർക്കാനായിട്ടുള്ള കുടിലതന്ത്രമായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് അവരോട് പറയണത്, നിങ്ങൾ മിണ്ടാതെ നിശബ്ദരായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം. പിശാചുക്കളോട് ആജ്ഞാപിക്കുകയാണ്, മിണ്ടരുത്, എന്നെപ്പറ്റി ഒരു വാക്ക് മിണ്ടരുത്, ഈ അത്ഭുതത്തെക്കുറിച്ച് ഒരു വാക്ക് മിണ്ടരുത്.
പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് പറയുന്ന വിധത്തിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഒരിക്കലും സങ്കടങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള തെറ്റിദ്ധാരണ പരത്തി ഇവൻ അത്ഭുതങ്ങളുടെ കർത്താവാണെന്ന് ഇങ്ങനെ വിളിച്ചു പറയാനായിട്ട് തുടങ്ങുന്ന സാത്താന്മാരുടെ വാകെട്ടിയിട്ടാണ് കർത്താവ് പറയുന്നത്. അങ്ങനെയല്ല. അത്ഭുതങ്ങളിലല്ല, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുക. ഞാൻ കാണിച്ചു തരുന്ന അടയാളങ്ങളിലല്ല, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുക. കർത്താവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നീട് അവൻ്റെ കൂടെ നടക്കേണ്ടി വരുന്ന കുരിശു വഴികളിൽ പോലും നമുക്ക് ഈ വിശ്വാസത്തിന്റെ ബലത്തിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അത്ഭുതങ്ങളിലാണ് ഒരാൾ ആശ്രയം വെച്ചിരിക്കുന്നതെങ്കിൽ അത്ഭുതങ്ങൾ ഒഴിഞ്ഞ ഒരു നേരത്ത് ഇയാൾ കർത്താവിനെ വിട്ടുപോകും. നേരെ മറിച്ച് ആ കർത്താവിൽ തന്നെയാണ് ആശ്രയം വെച്ചിരിക്കുന്നതെങ്കിൽ, അവനിലാണ് സന്തോഷം കണ്ടെത്തുന്നതെങ്കിൽ, അവനാണ് എൻ്റെ പ്രത്യാശയെങ്കിൽ ജീവിതം ഇതുപോലെ സ്റ്റേബിളായിട്ട് സന്തോഷത്തോടുകൂടെ പ്രത്യാശയോടുകൂടെ മുന്നോട്ട് പോകുന്നത് കാണാൻ പറ്റുന്നു. കർത്താവെ, അങ്ങിൽ പരിപൂർണമായി ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങൾക്ക് തെളിച്ചം തരണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ ആശീർവാദത്തിനായി ഈശോയുടെ മുൻപിൽ നമുക്ക് മുട്ടിന്മേലായിരിക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്ന വിധത്തിൽ, മുഖമൊരിക്കലും മ്ലാനമാവാത്ത വിധത്തിൽ, ഹൃദയം ഒരിക്കലും നിരാശയിലേക്ക് പോവാത്ത വിധത്തിൽ എൻ്റെ ഹൃദയം കർത്താവിൽ നിരന്തരം കർത്താവിൽ ആനന്ദിക്കാനായി ഈശോയെ അങ്ങ് തന്ന അനുഗ്രഹങ്ങളിലും അടയാളങ്ങളിലുമല്ല, ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങളിലല്ല, ക്രൂശിതനായ അങ്ങയിൽ ആശ്രയം വയ്ക്കാൻ, അങ്ങയിൽ സന്തോഷം കണ്ടെത്താൻ ഈശോയെ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. സ്വർഗം സഹായിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.